എവരിവൺ, ദിശയൊക്കെ നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ SSC CGL എക്സാമിന് വേണ്ടിയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്റ്റുകളുമായിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടാവുക. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ ഓഫ് നാൽസ? നാൽസയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്തത് ആരെയാണ്? അപ്പോൾ എന്താണ് നാൽസ എന്ന് പറഞ്ഞാൽ? നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഓക്കെ, നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി ഓഫ് ഇന്ത്യ 1987 ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് പ്രകാരം 1995 നാൽസ ഫോം ചെയ്യുന്നത്. അപ്പോൾ നാൽസയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്തത് ആരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ആരാണ്? സൂര്യകാന്ത് ആണ്. ഓക്കെ, നാൽസയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്ത് ആരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ആരാണ്? സൂര്യകാന്ത് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു നാൽസ എന്ന് പറഞ്ഞാൽ എന്താണ്? നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലേ? 1987 ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് പ്രകാരം 1995 നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഫോം ചെയ്യുകയാണ്. എന്താണ് ഇതിന്റെ മെയിൻ പർപ്പസ്? ടു പ്രൊവൈഡ് ഫ്രീ ലീഗൽ സർവീസസ് ടു വീക്കർ സെക്ഷൻ. വീക്കർ സെക്ഷന് ഫ്രീ ലീഗൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ് ഇതിന്റെ പ്രധാന എയിം എന്ന് പറയുന്നത്. അപ്പൊ നാൽസ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി ഓഫ് ഇന്ത്യ 1987 ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് പ്രകാരം 1995 ഫോം ചെയ്യുന്നു. ഇതിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്ത ആരെയാണ്? അത് സൂര്യകാന്ത്. പേര് മറക്കാതെ ഓർത്തോളുക. നാൽസയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ആരാണ്? സൂര്യകാന്ത് ആണ്. നമുക്ക് രണ്ടാമത്തെ അപ്പോയിന്റ്മെന്റിലോട്ട് പോവാം. ഇങ്ങനെയാണ്: ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദി ന്യൂ UPSC ചെയർമാൻ? പുതിയ UPSC ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്ത ആരെയാണ്? ഓക്കെ, പുതിയ UPSC ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്ത ആരെയാണ്? ഈ UPSC ചെയർമാനൊക്കെ മാറുന്ന സമയത്ത് അത് ഉറപ്പായിട്ടും എക്സാമിന് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുമുണ്ട്. ഓക്കെ, അപ്പൊ UPSC ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്ത ആരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പക്ഷേ മുൻ UPSC ചെയർമാനെ നിങ്ങൾക്ക് അറിയാം. ആരായിരുന്നു? അത് പ്രീതി സുഡാൻ ആയിരുന്നു. നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ആൻസർ തെറ്റുപറ്റും. എന്തുകൊണ്ടാ? ഓപ്ഷനിൽ ആരുണ്ട്? പ്രീതി സുഡാൻ ഉണ്ട്. അപ്പൊ ഓർത്തോളുക, പുതിയ UPSC ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന ആരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ അജയ് കുമാറിനെയാണ്. ഓക്കെ, പുതിയ ന്യൂ UPSC ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന ആരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ആരാണ്? അജയ് കുമാർ. ഓക്കെ, പുതിയ UPSC ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന ആരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ആരാണ്? അജയ് കുമാർ ആണ്. ഓർത്തിരിക്കാലോ? ഓക്കെ, അപ്പൊ അതാണ് പറഞ്ഞത്. അജയ് കുമാർ ന്യൂ UPSC ചെയർമാൻ. റീപ്ലേസ് ചെയ്ത ആരെയാണ്? പ്രീതി സുഡാനെയാണ്. UPSCയുടെ ഫുൾ ഫോം നിങ്ങൾക്ക് അറിയാലോ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇതെന്താണെന്നും അറിയാം, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണെന്നും അറിയാം. അപ്പൊ UPSCയുടെ ചെയർമാൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ആരാണ്? അജയ് കുമാർ ആണ്. നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ അതിനു മുന്നേ നമ്മുടെ നിങ്ങൾക്ക് CGL പ്രിപ്പറേഷൻ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് CGL ക്രാഷ് കോഴ്സസ് അവൈലബിൾ ആണ്. നിങ്ങളുടെ കോഴ്സിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 1999 രൂപ മാത്രമാണ്. നിങ്ങൾക്ക് ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മെന്റർ സപ്പോർട്ടും കൂടെ ഉണ്ടാവും. സോ നിങ്ങളുടെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനൊക്കെ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ CGL എക്സാമിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ കോഴ്സ് നിങ്ങളെ സഹായിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും 8075553676 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: റീസെന്റ് ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദി ഡെപ്യൂട്ടി ഗവർണർ ഓഫ് RBI? RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത് ആരെയാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡെപ്യൂട്ടി ഗവർണർ ഓഫ് RBI. RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായിട്ട് അപ്പോയിന്റ് ചെയ്ത ആരെയാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ. അപ്പോൾ RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന ആരെയാണ്? അതിന് ആൻസർ പൂനം ഗുപ്ത. ഓക്കെ, RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന ആരെയാണ്? അത് പൂനം ഗുപ്ത. ഈ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന NTPC എക്സാമിനും ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ RBIയുടെ ഡെപ്യൂട്ടി ഗവർണർ ആരാണെന്ന് വെച്ചാൽ ആൻസർ പൂനം ഗുപ്ത. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ കൂട്ടത്തിൽ ഓർത്തു വെക്കാം RBIയുടെ ഗവർണർ ആരാണ്?
RBI ഗവർണറായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത് ആരെയാണ്? അത് സഞ്ജയ് മൽഹോത്ര. കേട്ടോ, RBI ഗവർണറായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത് ആരെയാണ്? സഞ്ജയ് മൽഹോത്ര. അപ്പൊ RBI ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. അപ്പൊ അറിയുക RBIയുടെ എത്രാമത്തെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര? RBIയുടെ 26th ഗവർണറാണ് ആരെന്ന് പറയുന്നത്? സഞ്ജയ് മൽഹോത്ര എന്ന് പറയുന്നത്. അപ്പൊ RBIയുടെ ഡെപ്യൂട്ടി ഗവർണർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ പൂനം ഗുപ്ത. RBIയുടെ ഗവർണർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ സഞ്ജയ് മൽഹോത്ര. RBIയുടെ എത്രാമത്തെ ഗവർണറാണ്? 26th ഗവർണർ. അപ്പൊ RBIയുടെ 26th ഗവർണർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ RBI നമുക്കറിയാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അറിയുക RBI ഫൗണ്ട് ചെയ്ത വർഷം 1935 ഏപ്രിൽ 1 RBI ഫൗണ്ട് ചെയ്യുന്നത്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സും എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. എവിടെയാണ്? മുംബൈയിൽ. അപ്പൊ 1935 ഏപ്രിൽ 1 RBI ഫൗണ്ട് ചെയ്യുന്നത്. RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ എവിടെയാണ്? മുംബൈയിലാണ്. അപ്പൊ ഓർത്തോളുക ഫസ്റ്റ് RBI ഗവർണർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ സർ ഓസ്ബോൺ സ്മിത്ത് ആണ്. ഓക്കെ, ഫസ്റ്റ് RBI ഗവർണർ ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ സർ ഓസ്ബോൺ സ്മിത്ത് ആണ്. RBI ഗവർണർ ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ സഞ്ജയ് മൽഹോത്രയും. RBI ഡെപ്യൂട്ടി ഗവർണർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ പൂനം ഗുപ്തയുമാണ്. ഓക്കെ, പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്യുന്ന വർഷം മറക്കണ്ട, 1935 ഏപ്രിൽ 1. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ മുംബൈയിൽ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആണ് സഞ്ജയ് മൽഹോത്ര. 26th ഗവർണർ ആണെന്ന് ഓർക്കുക. ഡെപ്യൂട്ടി ഗവർണർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ പൂനം ഗുപ്തയാണ്. അങ്ങനെയാണെങ്കിൽ RBIയുടെ ഫസ്റ്റ് ഗവർണർ ആരാണ്? സർ ഓസ്ബോൺ സ്മിത്ത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഹു ഈസ് ദ 35th ഫോറിൻ സെക്രട്ടറി ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ 35ാമത്തെ ഫോറിൻ സെക്രട്ടറി ആരാണ്? 35th ഫോറിൻ സെക്രട്ടറി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ 35ാമത്തെ ഫോറിൻ സെക്രട്ടറി ആരാണ്? ഇന്ത്യയുടെ 35th ഫോറിൻ സെക്രട്ടറി ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ വിക്രം മിശ്രയാണ്. ഓക്കെ, ഇന്ത്യയുടെ 35th ഫോറിൻ സെക്രട്ടറി ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ആരാണ്? വിക്രം മിശ്രി. ഓക്കെ, ഇന്ത്യയുടെ 35th ഫോറിൻ സെക്രട്ടറി ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ആരാണ്? വിക്രം മിശ്രി. ഓക്കെ, അപ്പോ നമ്മുടെ ഫോറിൻ സെക്രട്ടറി 35th ഫോറിൻ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആരാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഓഫ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. അപ്പൊ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ആണ് ആര്? ഫോറിൻ സെക്രട്ടറി. ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഓഫ് ദി മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആരാണ്? അത് ജയശങ്കർ. ഓക്കെ, അപ്പൊ 35th ഫോറിൻ സെക്രട്ടറി ആയിട്ട് അപ്പോയിന്റ് ചെയ്ത ആളുടെ പേര് മറക്കണ്ട, വിക്രം മിശ്രി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹു ബിക്കം ദി 52nd ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ 52ാമത്തെ ചീഫ് ജസ്റ്റിസ്. ഓക്കെ, 52nd ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ 52ാമത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? 52nd ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ 52nd ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ആരാണ്? BR ഗവായി ആണ്. കേട്ടോ, ഇന്ത്യയുടെ 52nd ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ആരാണ്? BR ഗവായി ആണ്. എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആണെന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, 52nd ചീഫ് ജസ്റ്റിസ്. ഇവിടുന്ന് ഒരു കാര്യം കൂടി നമുക്ക് ഓർത്തിരിക്കണം, നമ്മുടെ 52ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ആര്? BR ഗവായി ഓത്തെടുക്കുന്നത്, ഓക്കെ, ചീഫ് ജസ്റ്റിസ് ആയിട്ട് ഓത്തെടുക്കുന്നത് ഏത് ദിവസമാണെന്ന് അറിയണം. ക്വസ്റ്റ്യൻ വരും 14th May 2025. ഓക്കെ, അപ്പൊ നമ്മുടെ 52ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് BR ഗവായി. എന്നാണ് ഇത് ഓത്തെടുക്കുന്നത്? 14th May 2025. ആരെ റീപ്ലേസ് ചെയ്തിട്ടാണ്? സഞ്ജീവ് ഖന്ന. സഞ്ജീവ് ഖന്നയെ റീപ്ലേസ് ചെയ്തിട്ടാണ് ആര്? നമ്മുടെ BR ഗവായി നമ്മുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് മാറുന്നത്. എത്രാമത്തെ ചീഫ് ജസ്റ്റിസ്? 52nd ചീഫ് ജസ്റ്റിസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആരാണ്? അത് ഹിരലാൽ ജെ കെനിയാണ്. ആരാണ്? ഹിരലാൽ ജെ കെനിയാണ് ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്.
ഓക്കെ, ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഹീരലാൽ ജെ കനിയ. ഓക്കെ, അടുത്തത് ഹു ഹാസ് സെലക്ടഡ് as the ഫസ്റ്റ് ഫീമെയിൽ ആൻഡ് ആഫ്രിക്കൻ പ്രസിഡന്റ് ഓഫ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി. ഷുവർ ക്വസ്റ്റ്യൻസിൽ ഒന്ന്, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഫസ്റ്റ് ഫീമെയിൽ ആൻഡ് ആഫ്രിക്കൻ പ്രസിഡന്റ്. കേട്ടോ, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ആദ്യത്തെ ഫീമെയിൽ ആൻഡ് ആഫ്രിക്കൻ പ്രസിഡന്റ് ആരാണ്? ഫസ്റ്റ് ഫീമെയിൽ ആൻഡ് ആഫ്രിക്കൻ പ്രസിഡന്റ് ഓഫ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി. നമുക്കറിയാം ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഫോം ചെയ്യുന്ന വർഷം എന്നാണ്? അത് 1894. 1894 ഫോം ചെയ്ത ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നമുക്കറിയാം, ലുസൈൻ, സ്വിറ്റ്സർലൻഡ്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഫസ്റ്റ് ഫീമെയിൽ ആൻഡ് ആഫ്രിക്കൻ പ്രസിഡന്റ് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ക്രിസ്റ്റി കോവൻട്രി ആണ്. ആരാണ്? ക്രിസ്റ്റി കോവൻട്രി. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഫസ്റ്റ് ഫീമെയിൽ ആൻഡ് ആഫ്രിക്കൻ പ്രസിഡന്റ് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ആരാണ്? ക്രിസ്റ്റി കോവൻട്രി. ആരാണ്? ക്രിസ്റ്റി കോവൻട്രി. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ക്രിസ്റ്റി കോവൻട്രി, സിംബാബ്വെ will become 10th president of International Olympic Committee. International Olympic Committeeയുടെ 10th president from June 2025. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ 10th പ്രസിഡന്റ് ആണ് ആര്? ക്രിസ്റ്റി കോവൻട്രി എന്ന് പറയുന്നത്. ഫൗണ്ട് ചെയ്ത വർഷം ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നു, 1894. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഫൗണ്ട് ചെയ്ത വർഷം എന്നാ? 1894. അതിന് ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ലുസൈൻ, സ്വിറ്റ്സർലൻഡ്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ലുസൈൻ, സ്വിറ്റ്സർലൻഡ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Who has been appointed as the principal secretary to Prime Minister Modi? അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ടു ആരാണ്? നരേന്ദ്രമോദിയുടെ രണ്ടാമത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ടു പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ നമ്മുടെ മുൻ RBI ഗവർണർ ആയിരുന്ന ശക്തികാന്ത ദാസ്. ആരാണ്? ശക്തികാന്ത ദാസ്. പ്രിൻസിപ്പൽ സെക്രട്ടറി ടു പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ശക്തികാന്ത ദാസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആരായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ആണ് പ്രമോദ് കുമാർ മിശ്ര. ആരാണ്? പ്രമോദ് കുമാർ മിശ്ര. അപ്പോൾ ഓർത്തോളുക, പ്രിൻസിപ്പൽ സെക്രട്ടറി ടു പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഓഫ് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ്. പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡിനെയാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടു പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. പ്രൈം മിനിസ്റ്റേഴ്സിന്റെ ഓഫീസിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറയുന്നത്. ഇതിന്റെ ഫോർമേഷൻ എന്നായിരുന്നു? 1971. അപ്പോൾ പ്രിൻസിപ്പൽ സെക്രട്ടറി 1 ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ആരാണ്? പ്രിൻസിപ്പൽ സെക്രട്ടറി 1 ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ പ്രമോദ് കുമാർ മിശ്രയും. പ്രിൻസിപ്പൽ സെക്രട്ടറി 2 ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ആരുമാണ്? ശക്തികാന്ത ദാസുമാണ്. ഓക്കെ, അടുത്തത് ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദി 11th ചെയർപേഴ്സൺ ഓഫ് സെബി. സെബിയുടെ 11th ചെയർപേഴ്സൺ ആയിട്ട് അപ്പോയിന്റ് ചെയ്ത ആരെയാണ്? സെബിയുടെ 11th ചെയർപേഴ്സൺ ആയിട്ട് അപ്പോയിന്റ് ചെയ്ത ആരെയാണ്? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ടേം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. എത്രാമത്തെയാണ്? 11th. സെബിയുടെ 11th ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന ആരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ തുഹിൻ കാന്ത പാണ്ഡെയാണ്. ഓക്കെ, അപ്പൊ സെബിയുടെ എത്രാമത്തെയാണ്? 11th ചെയർമാൻ. 11th ചെയർമാൻ ഓഫ് സെബി. സെബിയുടെ 11th ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന ആരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ആരാണ്? തുഹിൻ കാന്ത പാണ്ഡെ. ഓക്കെ, സെബിയുടെ 11th ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന ആരെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ തുഹിൻ കാന്ത പാണ്ഡെ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ മുംബൈയിൽ. അപ്പൊ സെബി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുംബൈയിൽ. സെബിയുടെ 11th ചെയർമാൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ തുഹിൻ കാന്ത പാണ്ഡെ. ഓക്കെ, രേഖ ഗുപ്ത became the chief minister of which state or union territory? ഏത് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഏത് യൂണിയൻ ടെറിട്ടറിയുടെ ചീഫ് മിനിസ്റ്റർ ആണ് രേഖ ഗുപ്ത? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലേ, രേഖ ഗുപ്ത എവിടുത്തെ CM ആണ്? ഡൽഹിയുടെ CM ആണ് രേഖ ഗുപ്ത. ഡൽഹിയുടെ എത്രാമത്തെ CM ആണ് രേഖ ഗുപ്ത എന്ന് അറിയണം. ഡൽഹിയുടെ 4th CM ആണ് രേഖ ഗുപ്ത.
ഏത് കോൺസ്റ്റിറ്റ്യുവൻസി ആണെന്ന് അറിയണം, ഷാലിമാർ ബാഗ്. ഏത് കോൺസ്റ്റിറ്റ്യുവൻസി ആണ്? ഷാലിമാർ ബാഗ്. അപ്പം എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഇതോടുകൂടി രേഖ ഗുപ്ത അധികാരത്തിലോട്ട് വരുന്നതോടുകൂടി എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് BJP അധികാരത്തിൽ വരുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ആൻസർ 27. റീസെന്റ് നടന്ന എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അപ്പോൾ ഓർത്തോളുക, രേഖ ഗുപ്ത, തൊട്ടടുത്ത സ്ലൈഡിൽ എക്സ്പ്ലനേഷൻ ഉണ്ട്. രേഖ ഗുപ്ത ഡൽഹിയുടെ CM ആണ്. രേഖ ഗുപ്ത ഓർത്തോളുക, 4th വുമൺ CM. ഓക്കെ, ഡൽഹിയുടെ 4ാമത്തെ വുമൺ CM ആണ് ആര്? രേഖ ഗുപ്ത. ഏത് കോൺസ്റ്റിറ്റ്യുവൻസി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഷാലിമാർ ബാഗ്. ഒപ്പം ഓർത്തിരുന്നോളുക, ഡൽഹിയുടെ ലഫ്റ്റനന്റ് ജനറൽ ആണ് ആര്? വിനയ് കുമാർ സക്സേന. ആര്? വിനയ് കുമാർ സക്സേന. അപ്പൊ ഡൽഹിയുടെ CM ആരാണ്? രേഖ ഗുപ്ത. ഡൽഹിയുടെ എത്രാമത്തെ വുമൺ CM ആ? 4th വുമൺ CM ആണ്. കോൺസ്റ്റിറ്റ്യുവൻസി ഏതാണ്? ഷാലിമാർ ബാഗ്. ലഫ്റ്റനന്റ് ജനറൽ ആരാ ഡൽഹിയുടെ? വിനയ് കുമാർ സക്സേന. അപ്പോൾ ഓർത്തോളുക, ഡൽഹിസ് ന്യൂ CM ആഫ്റ്റർ 27 years of BJP wait. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? പ്രോപ്പർലി ഓർത്തിരിക്കുക. അടുത്തത്, ഹു ബിക്കം ദ പ്രസിഡന്റ് ഓഫ് ICJ, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. ICJ, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, നമ്മുടെ യുണൈറ്റഡ് നേഷൻസിന്റെ ഓർഗൻസിൽ ഒന്നാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. 1945 ഫോം ചെയ്യുന്ന ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഹേഗ്, നെതർലാൻഡ് ആണ്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ പുതിയ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ യുജി ഇവാസാവ. കേട്ടോ, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ പുതിയ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ആരാണ്? യുജി ഇവാസാവ. ഓക്കെ, അതാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, വൺ ഓഫ് ദ 6 organ ഓഫ് യുണൈറ്റഡ് നേഷൻസ്. ഓക്കെ, വൺ ഓഫ് ദ ഓർഗൻസ് അവിടെ നിൽക്കട്ടെ. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന വർഷം എന്നാണ്? 1945 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇതിന് ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഹേഗ്, നെതർലൻഡ്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഹേഗ്, നെതർലൻഡ്. ഓക്കെ, പുതിയ ICJ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ പ്രസിഡന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്ത ആരെയാണ്? യുജി ഇവാസാവ. ഓക്കെ, അടുത്തത്, ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത് ആരെയാണ്? അറിയാം, നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു 3 members ബോഡിയാണ്. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു 3 members ബോഡിയാണ്. അതിലൊരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും ഉണ്ടാവും. ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും ഉണ്ടാവും. അതിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? അത് ജ്ഞാനേഷ് കുമാർ ആണ്. ഓക്കെ, അപ്പൊ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത് ആരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ജ്ഞാനേഷ് കുമാർ. 2 ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത് ആരൊക്കെയാണ്? സുഖബീർ സിംഗ് സന്ധു, അതുപോലെ തന്നെ വിവേക് ജോഷി. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ജ്ഞാനേഷ് കുമാർ. 2 ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത് ആരെയാണ്? സുഖബീർ സിംഗ് സന്ധുവും അതോടൊപ്പം വിവേക് ജോഷി. ഓക്കെ, സുഖബീർ സിംഗ് സന്ധു, വിവേക് ജോഷി. അപ്പൊ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണെന്ന് മറക്കണ്ട, ആരാണ്? ജ്ഞാനേഷ് കുമാർ. ഓക്കെ, അപ്പൊ എപ്പോഴും ഞാൻ ക്ലാസ്സിൽ പറയുന്ന പോലെ തന്നെ നോർമലി നിങ്ങൾ ക്ലാസ് കേൾക്കുന്നതിന് കൂടെ തന്നെ എന്ത് ചെയ്യുക? പഠിച്ചു പോവുക. പിന്നീട് ജസ്റ്റ് ഈ പേരുകളൊക്കെ എന്ത് ചെയ്താൽ മതി? ഒന്ന് റിവൈസ് ചെയ്താൽ മാത്രം മതിയാവും. ഓക്കെ, ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് 11th ചെയർമാൻ ഓഫ് ISRO. ISROയുടെ 11th ചെയർമാൻ ആയിട്ട് അപ്പോയിന്റ് ചെയ്തു. ഇവിടെ ഒന്ന് ഓർത്തോളുക, സെബി പറഞ്ഞപ്പോഴും സെബിയുടെ 11th ചെയർമാൻ ആയിരുന്നു ആര്? തുഹിൻ കാന്ത പാണ്ഡെ. ഇവിടെ ISROയുടെ 11th ചെയർമാൻ. ISROയുടെ 11th ചെയർമാൻ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത് ആരെയാണ്? വി നാരായണനെയാണ്. കേട്ടോ, ISROയുടെ 11th ചെയർമാൻ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത് ആരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ആരെയാണ്? വി നാരായണനെയാണ്. അപ്പൊ വി നാരായൺ റോക്കറ്റ് സയന്റിസ്റ്റ് ആൻഡ് എയറോസ്പേസ് എഞ്ചിനീയർ, റീപ്ലേസ് സോമനാഥ്. ISRO ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഫോം ചെയ്ത വർഷം മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിൽ ഒന്ന് എന്നാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 1969. ഏത് വർഷമാണ് ISRO ഫോം ചെയ്യുന്നത്? ISRO ഫോം ചെയ്യുന്ന വർഷം ISRO ഫോം ചെയ്ത വർഷം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ എന്താണ്? 1969. എന്നാണ്? 1969.
അപ്പൊ ISROയുടെ ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന ആരെയാണ്? വി നാരായൺ. ISROയുടെ എത്രാമത്തെ ചെയർമാനാ? 11th ചെയർമാൻ. അവിടെ നിന്ന് ഓർത്തുകൊള്ളുക, സെബിയുടെയും 11th ചെയർമാൻ ആയിരുന്നു ആര്? തുഹിൻ കാന്ത പാണ്ഡെ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. Who has been appointed as the new RBI governor? പുതിയ RBI ഗവർണറായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത് ആരെയാണ്? ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലേ, ഡെപ്യൂട്ടി RBI ഡെപ്യൂട്ടി ഗവർണർ പറഞ്ഞപ്പോഴേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. RBI ഗവർണറായിട്ട് അപ്പോയിന്റ് ചെയ്ത ആരെയാണ്? സഞ്ജയ് മൽഹോത്ര. RBIയുടെ എത്രാമത്തെ ഗവർണർ ആണെന്ന് നമ്മൾ പറഞ്ഞു? എത്രാമത്തെയാണ്? 26th കേട്ടോ. RBIയുടെ എത്രാമത്തെ ഗവർണറാണ്? 26th. 26ാമത്തെ RBI ഗവർണറാണ് ആര്? സഞ്ജയ് മൽഹോത്ര. ഓക്കെ, ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. അടുത്തത്, who has been appointed as the new controller and auditor general? പുതിയ CAG ആയിട്ട് അപ്പോയിന്റ് ചെയ്ത ആരെയാണ്? കുണ്ടു സഞ്ജയ് മൂർത്തി കേട്ടോ. പുതിയ CAG ആയിട്ട് അപ്പോയിന്റ് ചെയ്ത ആരെയാണ്? കുണ്ടു സഞ്ജയ് മൂർത്തി. അല്ലെങ്കിൽ എങ്ങനെ ഓർത്തോളുക? സഞ്ജയ് മൂർത്തി എന്ന് ഓർത്തോളുക. പുതിയ CAG ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന ആളാരാണ്? അത് സഞ്ജയ് മൂർത്തി. ഓക്കെ, അവിടെ വേറെ ഫാക്ടറികളൊന്നും പറയുന്നില്ല. അടുത്തത്, who has been appointed as the chairperson of National Commission for Women? വുമണിന് വേണ്ടിയിട്ടുള്ള നാഷണൽ കമ്മീഷൻ അല്ലെങ്കിൽ നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ, അതിന്റെ ചെയർപേഴ്സൺ ആയിട്ട് അപ്പോയിന്റ് ചെയ്ത ആരെയാണ്? ചെയർപേഴ്സൺ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ. ചെയർപേഴ്സൺ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ അപ്പോയിന്റ് ചെയ്ത ആരെയാണെന്ന് വെച്ചാൽ ആൻസർ വിജയ് കിഷോർ രഹാത്കർ. ഓക്കെ, അപ്പൊ നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ അതിന്റെ ചെയർപേഴ്സൺ ആയിട്ട് അപ്പോയിന്റ് ചെയ്ത ആരെയാണെന്ന് വെച്ചാൽ ആൻസർ വിജയ് കിഷോർ രഹാത്കറിനെയാണ്. അപ്പൊ നാഷണൽ കമ്മീഷൻ ഫോർ വുമണിലെ ചെയർപേഴ്സൺ ആയിട്ട് അപ്പോയിന്റ് ചെയ്ത ആരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ വിജയ് കിഷോർ രഹാത്കറിനെയാണ്. ഓക്കെ, ഓർത്തോളുക, നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ആക്ട് 1990 പ്രകാരം 1992 നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. മനസ്സിലായോ? നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ആക്ട് 1990 പ്രകാരം 1992 നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. എയിം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊട്ടക്ട് ആൻഡ് പ്രൊമോട്ട്സ് വുമൺസ് റൈറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ വുമൺസിന്റെ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യുക, അത് പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ, ഒരു കാര്യം കൂടി ഓർത്തിരുന്നു, ഈ നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ പറഞ്ഞു, നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ആക്ട് 1990 പ്രകാരം 1992 എസ്റ്റാബ്ലിഷ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ? ഇതിന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ആരാണ്? അത് ജയന്തി പട്നായിക് ആണ്. ആദ്യത്തെ ചെയർമാൻ ആരാണ്? ജയന്തി പട്നായിക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഹു വൺ ദി BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ 2024? BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ 2024 വിൻ ചെയ്ത ആരാണ്? ആരുമല്ല, ആരാണ് ആൻസർ? ഡെഫിനറ്റ്ലി മനു ബക്കർ. BBC സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ അവാർഡ് വിൻ ചെയ്ത ആരാണ്? അത് മനു ബക്കർ ആണ്. മനു ബക്കർ ഏത് ഇവന്റാ? നമുക്ക് എല്ലാവർക്കും അറിയാം ഏത് ഇവന്റ് ആണ്? ഷൂട്ടിംഗ്. ഏത് ഇവന്റ് ആണ്? ഷൂട്ടിംഗ്. BBC സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ അവാർഡ് വിൻ ചെയ്തത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ആരാണ്? മനു ബക്കർ. മനു ബക്കർ ഏത് ഇവന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഷൂട്ടിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. നമുക്കറിയാം നമ്മുടെ പാരീസ് ഒളിമ്പിക്സ് അല്ലെ, 2024 നടന്ന പാരീസ് ഒളിമ്പിക്സിൽ മനു ബക്കറിന് ഏത് മെഡൽ ലഭിക്കുന്നുണ്ട്? ബ്രോൺസ് മെഡൽ ലഭിക്കുന്നുണ്ട് ഷൂട്ടിങ്ങിൽ. ഫസ്റ്റ് ഇന്ത്യൻ ടു ഗെറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ ഷൂട്ടിംഗ് മെഡൽ അറ്റ് ഒളിമ്പിക്സ്. ഒളിമ്പിക്സിൽ മെഡൽ ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വുമൺ. ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ, അങ്ങനെ നോക്കണേ, ഒളിമ്പിക്സിൽ മെഡൽ ലഭിക്കുന്നതല്ല, ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ മെഡൽ ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വുമൺ. ഓക്കെ, ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ മെഡൽ ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വുമൺ ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ മനു ബക്കർ. മനു ബക്കറിന് ലഭിക്കുന്നത് ഏത് മെഡലാണ്? അത് ബ്രോൺസ് മെഡലാണ്. ഏത് ഇവന്റ്? വുമൺസ് 10 മീറ്റർ എയർ പിസ്റ്റൽ ഷൂട്ടിംഗ്. വുമൺസ് 10 മീറ്റർ എയർ പിസ്റ്റൽ ഷൂട്ടിംഗ്. അപ്പോൾ ഓർത്തോളുക, ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ ഷൂട്ടിംഗ് മെഡൽ അറ്റ് ഒളിമ്പിക്സ്. ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിന് മെഡൽ ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വുമൺ കൂടിയാണ് ആര്? മനു ബക്കർ. ഏത് ഇവന്റ് ആയിരുന്നു? വുമൺസ് 10 മീറ്റർ എയർ പിസ്റ്റൽ ഷൂട്ടിംഗ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, which city has been declared as the cleanest city in India in the 9th edition? ഈ 9th edition ഉള്ളത് ഒന്ന് പഠിച്ചോളുക.
in the 9th edition of സ്വച്ഛ് സർവേക്ഷൻ. അപ്പോൾ സ്വച്ഛ് സർവേക്ഷന്റെ 9th എഡിഷനിൽ ക്ലീനസ്റ്റ് സിറ്റി ആയിട്ട് ഡിക്ലെയർ ചെയ്ത സിറ്റി ഏതാണ്? ഓക്കെ, സ്വച്ഛ് സർവേക്ഷന്റെ 9th എഡിഷനിൽ ക്ലീനസ്റ്റ് സിറ്റി ആയിട്ട് ഡിക്ലെയർ ചെയ്ത സിറ്റി ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഏത് സിറ്റിയാണ്? ഇൻഡോർ ആണ്. ഇവിടെ ഉണ്ടല്ലോ കുറച്ച് കാറ്റഗറീസ് വരുന്നുണ്ട്. അതായത് മില്യൺ പ്ലസ് സിറ്റി വരുന്നുണ്ട്, ബിഗ് സിറ്റി വരുന്നുണ്ട്, മീഡിയം സിറ്റി വരുന്നുണ്ട്, അതുപോലെ സ്മോൾ സിറ്റി. അപ്പോൾ ഓരോന്നിലും ടോപ്പിൽ നിൽക്കുന്നത് ഏതാണെന്ന് പഠിക്കണം. സ്വച്ഛ് സർവേക്ഷൻ 2024-25 launched by Ministry of Housing and Urban Affairs, ക്ലീനസ്റ്റ് സിറ്റി കാറ്റഗറി. മില്യൺ പ്ലസ് സിറ്റീസിലാണെങ്കിൽ ടോപ്പിൽ വന്നത് റാങ്ക് 1 വന്നത് ഇൻഡോർ മധ്യപ്രദേശ്. മില്യൺ പ്ലസ് സിറ്റിയിൽ ടോപ്പിൽ വന്നത് ഇൻഡോർ മധ്യപ്രദേശ്. ഇനി ബിഗ് സിറ്റീസിൽ ടോപ്പിൽ വന്നത് നോയിഡ ഉത്തർപ്രദേശ്. പറഞ്ഞത് മനസ്സിലായോ? മില്യൺ പ്ലസ് സിറ്റീസിലാണെങ്കിൽ ടോപ്പിൽ വന്നത് മധ്യപ്രദേശിലെ ഇൻഡോർ ആണ്. ബിഗ് സിറ്റീസിലെ ടോപ്പിൽ വന്നത് ഉത്തർപ്രദേശിലെ നോയിഡ ആണ്. മീഡിയം സിറ്റീസിലെ ടോപ്പിൽ വന്നത് ഛത്തീസ്ഗഡിലെ അംബികാപൂർ ആണ്. സ്മോൾ സിറ്റിയിലെ ടോപ്പിൽ വന്നത് മഹാരാഷ്ട്രയിലെ പഞ്ച്ഗനിയാണ്. 4 പേരുകൾ ഓർത്തിരുന്നോളുക. മില്യൺ പ്ലസ് സിറ്റി ആണെങ്കിൽ മധ്യപ്രദേശിലെ ഇൻഡോർ, ബിഗ് സിറ്റി ആണെങ്കിൽ ഉത്തർപ്രദേശിലെ നോയിഡ, മീഡിയം സിറ്റി ആണെങ്കിൽ ഛത്തീസ്ഗഡിലെ അംബികാപൂർ, സ്മോൾ സിറ്റി ആണെങ്കിൽ പഞ്ച്ഗനി എവിടത്തെയാണ്? മഹാരാഷ്ട്ര. ഓക്കെ, അപ്പൊ അത്ര ഓർത്തിരിക്കാമല്ലോ. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. Which state won the Best Tableau Award of Republic Day Parade 2025? 2025 റിപ്പബ്ലിക് ഡേ പരേഡിൽ ബെസ്റ്റ് ടാബ്ലിയോ അവാർഡ് വിൻ ചെയ്ത സ്റ്റേറ്റ്. ഓക്കെ, റിപ്പബ്ലിക് ഡേ പരേഡ് 2025 ബെസ്റ്റ് ടാബ്ലിയോ അവാർഡ് വിൻ ചെയ്ത സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഉത്തർപ്രദേശ്. ഓക്കെ, 2025 റിപ്പബ്ലിക് ഡേ പരേഡിൽ ബെസ്റ്റ് ടാബ്ലിയോ അവാർഡ് വിൻ ചെയ്ത സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഏതാണ്? ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിന്റെ ടാബ്ലിയോ ആണ് റിപ്പബ്ലിക് ഡേ പരേഡിൽ ബെസ്റ്റ് ടാബ്ലിയോ അവാർഡ് വിൻ ചെയ്തത്. ഇവരുടെ തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ മഹാകുംഭയായിരുന്നു തീം എന്ന് പറയുന്നത്. തീം എന്തായിരുന്നു? മഹാകുംഭ. അപ്പോൾ 2025 റിപ്പബ്ലിക് ഡേ പരേഡിൽ ബെസ്റ്റ് ടാബ്ലിയോ അവാർഡ് വിൻ ചെയ്ത സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉത്തർപ്രദേശ്. അവരുടെ തീം എന്താണെന്ന് കൂടി അറിയുക. എന്തായിരുന്നു തീം? മഹാകുംഭയായിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹൗ മെനി സ്പോർട്സ് പേഴ്സണാലിറ്റീസ് ഹാവ് ബീൻ അവാർഡഡ് വിത്ത് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ്? മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ലഭിക്കുന്നത് എത്ര സ്പോർട്സ് പേഴ്സണാലിറ്റീസിനാണ്? മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ലഭിക്കുന്നത് എത്ര സ്പോർട്സ് പേഴ്സണാലിറ്റീസിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ 4 പേർക്കാണ്. ഓക്കെ, മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ലഭിക്കുന്നത് എത്ര സ്പോർട്സ് പേഴ്സണാലിറ്റീസിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ 4 പേർക്കാണ്. ആ 4 പേര് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുകേഷ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ചെസ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അടുത്തതെന്ന് പറയുന്നത് ഹർമൻപ്രീത് സിംഗ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഹോക്കിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. പ്രവീൺ കുമാർ പാരാ അത്ലറ്റ് ആണ്. 4 പേരുടെ പേര് പഠിച്ചു വെക്കണേ. പ്രവീൺ കുമാർ പാരാ അത്ലറ്റ് ആണ്. ദെൻ മനു ബക്കർ ഷൂട്ടിംഗ്. ഓക്കെ, അപ്പോൾ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ലഭിക്കുന്ന 4 പേഴ്സൺസ് ഇവരാണ്: ഗുകേഷ്, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ ആൻഡ് മനു ബക്കർ. അപ്പൊ ഗുകേഷ് ആണെങ്കിൽ ചെസ്, ഹർമൻപ്രീത് സിംഗ് ആണെങ്കിൽ ഹോക്കി, പ്രവീൺ കുമാർ ആണെങ്കിൽ പാരാ അത്ലറ്റ്, മനു ബക്കർ ആണെങ്കിൽ ഷൂട്ടിംഗ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. Who has been won the Best FIFA Men's Player Award 2024? ബെസ്റ്റ് ഫിഫ മെൻസ് പ്ലെയർ അവാർഡ് വിൻ ചെയ്തത് വിനീഷ്യസ് ജൂനിയർ ആണ്. ഓക്കെ, ബെസ്റ്റ് ഫിഫ മെൻസ് പ്ലെയർ അവാർഡ് വിൻ ചെയ്ത ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ആരാണ്? വിനീഷ്യസ് ജൂനിയർ ആണ്. ബെസ്റ്റ് ഫിഫ വുമൺസ് പ്ലെയർ അവാർഡ് വിൻ ചെയ്തത് അത് എയ്താന ബോൺമാട്ടി. ഏത് രാജ്യമാണ്? സ്പെയിൻ. ബെസ്റ്റ് ഫിഫ മെൻസ് പ്ലെയർ അവാർഡ് ആരാണ്? വിനീഷ്യസ് ജൂനിയർ, ബ്രസീലാണ് കേട്ടോ. രാജ്യം കൂടി ഓർത്തോളിക. ഏത് രാജ്യമാണ്? ബ്രസീലാണ്. വുമൺസിൽ വരുമ്പോൾ ഐതാന ബോൺമാട്ടി, സ്പെയിൻ. ഒരിക്കൽ കൂടി പറയുന്നു, ബെസ്റ്റ് ഫിഫ ഫുട്ബോൾ അവാർഡ് 2024, ബെസ്റ്റ് ഫിഫ പ്ലെയർ
മെൻസിലാണെങ്കിൽ വിനീഷ്യസ് ജൂനിയർ ഏത് രാജ്യമാണ്? ബ്രസീലാണ്. വുമൺസിലാണെങ്കിൽ ഐതാന ബോൺമാട്ടി ഏത് രാജ്യമാണ്? സ്പെയിൻ. ഓക്കെ, അടുത്തത് ഹു ഹാസ് ബീൻ അവാർഡ് 34th വ്യാസസമ്മാൻ അവാർഡ്? 34ാമത്തെ വ്യാസസമ്മാൻ അവാർഡ്. വ്യാസസമ്മാൻ അവാർഡ് എന്ന് പറയുമ്പോൾ ഹിന്ദി ലിറ്ററേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അവാർഡാണ്. ഈ വ്യാസസമ്മാൻ അവാർഡ് നൽകുന്നത് KK ബിർള ഫൗണ്ടേഷൻ ആണ്. അപ്പോൾ വ്യാസസമ്മാൻ അവാർഡ് 34ാമത്തെ വ്യാസസമ്മാൻ അവാർഡ് ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ സൂര്യബാലയ്ക്കാണ്. ഓക്കെ, 34th വ്യാസസമ്മാൻ അവാർഡ് ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ സൂര്യബാല. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. 34th വ്യാസസമ്മാൻ അവാർഡ് 2024 given to Suryabala for her novel Countess Vasi Venuki Diary. അറിഞ്ഞിരിക്കാതെ ഈ വ്യാസസമ്മാൻ അവാർഡ് നൽകുന്നത് ആരാണ്? KK ബിർള ഫൗണ്ടേഷൻ. അപ്പോൾ 34th വ്യാസസമ്മാൻ അവാർഡ് ലഭിച്ച ആളുടെ പേര് മറക്കാതെ ഓർത്തോളുക. ആരാണ്? സൂര്യബാല. കേട്ടോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഹു ഹാസ് വൺ സാഹിത്യ അക്കാദമി അവാർഡ് 2024 ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്? അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ സാഹിത്യ അക്കാദമി അവാർഡ് വിൻ ചെയ്തത്, സാഹിത്യ അക്കാദമി അവാർഡ് 2024 ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ സാഹിത്യ അക്കാദമി അവാർഡ് 2024 വിൻ ചെയ്തത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ ഈസ്റ്ററിൻ കിറയാണ്. കേട്ടോ? 2024 സാഹിത്യ അക്കാദമി അവാർഡ് വിൻ ചെയ്യുന്നത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ആരാണ്? ഈസ്റ്ററിൻ കിറയാണ്. അപ്പോൾ ഓർത്തോളുക, സാഹിത്യ അക്കാദമി അവാർഡാണ്. നമുക്കറിയാം ഹയസ്റ്റ് ലിറ്റററി അവാർഡ് ഏതാണ്? ഹയസ്റ്റ് ലിറ്റററി അവാർഡ് എന്ന് പറയുന്നത് ജ്ഞാനപീഠ അവാർഡാണെന്ന് അറിയാം. ജ്ഞാനപീഠ അവാർഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഹയസ്റ്റ് ലിറ്റററി അവാർഡാണ് സാഹിത്യ അക്കാദമി അവാർഡ്. ഈ സാഹിത്യ അക്കാദമി അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വർഷം മറക്കണ്ട, അത് 1954ലാണ്. പറഞ്ഞത് മനസ്സിലായോ? സാഹിത്യ അക്കാദമി അവാർഡ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഹയസ്റ്റ് ലിറ്റററി അവാർഡാണ്. ഫസ്റ്റ് ഹയസ്റ്റ് ലിറ്റററി അവാർഡ് ജ്ഞാനപീഠ അവാർഡാണ്. സെക്കൻഡ് ഹയസ്റ്റ് ലിറ്റററി അവാർഡ് ആയിട്ടുള്ള സാഹിത്യ അക്കാദമി അവാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1954ലാണ്. ഇതിന്റെ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് 1 lakh രൂപയാണ്. ഓർത്തോളുക, ക്വസ്റ്റ്യൻ ഡയറക്ട്ലി എക്സാമിന് വന്നിട്ടുണ്ട്. ഈ സാഹിത്യ അക്കാദമി അവാർഡ് എത്ര ലാംഗ്വേജസിനാണ് നൽകുന്നത്? ഓക്കെ, 24 ലാംഗ്വേജസ് നൽകുന്നുണ്ട്. 22 ഫ്രം 8th ഷെഡ്യൂൾ. 8th ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ള 22 ഒഫീഷ്യൽ ലാംഗ്വേജസ്. അത് കൂടാതെ ഉണ്ടല്ലോ ഇംഗ്ലീഷിനും രാജസ്ഥാനി ലാംഗ്വേജിനും നൽകുന്നുണ്ട്. ഇംഗ്ലീഷിനും രാജസ്ഥാനി, അതുകൂടാതെ ഇംഗ്ലീഷിനും രാജസ്ഥാനി ലാംഗ്വേജിനും നൽകുന്നുണ്ട്. ഇതൊരിക്കൽ ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുണ്ട്. അതായത് സാഹിത്യ അക്കാദമി അവാർഡ് നൽകുന്നത് എത്ര ലാംഗ്വേജിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എഴുതുക 22 ലാംഗ്വേജിന്റെ കാര്യമായിരിക്കും. കാരണം 22 ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിരിക്കും പെട്ടെന്ന് നമ്മുടെ മൈൻഡിലോട്ട് വരുന്നുണ്ടാവുക. അല്ല, സാഹിത്യ അക്കാദമി അവാർഡ് എത്ര ലാംഗ്വേജിന് നൽകുന്നുണ്ട്? 24 ലാംഗ്വേജിന് നൽകുന്നുണ്ട്. 22 ഫ്രം 8th ഷെഡ്യൂൾ ആൻഡ് ഇംഗ്ലീഷ് ആൻഡ് രാജസ്ഥാനി. ഇംഗ്ലീഷ് ലാംഗ്വേജ് ലഭിച്ചത് ആർക്കാണ്? ഈസ്റ്ററിൻ കിറെ ഫോർ ഹർ നോവൽ സ്പിരിറ്റ് നൈറ്റ്സ്. ഏത് നോവലിനാണ്? സ്പിരിറ്റ് നൈറ്റ്സ്. ഇവിടെ പറഞ്ഞ കാര്യങ്ങളെ ഒന്നുകൂടി പറഞ്ഞുതരാം. സാഹിത്യ അക്കാദമി അവാർഡ് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ സെക്കൻഡ് ഹയസ്റ്റ് ലിറ്റററി അവാർഡാണ്. 1954ലാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇതിന്റെ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് 1 lakh ആണ്. എത്ര ലാംഗ്വേജസിൽ ഈ അവാർഡ് നൽകുന്നു വെച്ച് കഴിഞ്ഞാൽ 24 ലാംഗ്വേജസ്. അതിൽ 22 ലാംഗ്വേജസ് 8th ഷെഡ്യൂളിൽ പറയുന്ന 22 ലാംഗ്വേജസും അതുകൂടാതെ ഇംഗ്ലീഷ് ആൻഡ് രാജസ്ഥാനി. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ലഭിക്കുന്ന ആർക്കാണ്? ഈസ്റ്ററിൻ കിറയാണ്. ഏത് നോവല്? സ്പിരിറ്റ് നൈറ്റ്സ്. ഓക്കെ, അടുത്തത് ഹു ഹാസ് ബീൻ ക്രൗൺഡ് ആസ് മിസ് യൂണിവേഴ്സ് 2024? മിസ് യൂണിവേഴ്സ് 2024 വിൻ ചെയ്യുന്നത് വിക്ടോറിയ കാജർ തെയിൽവിഗ് ആണ്. ഓക്കെ, വിക്ടോറിയ കാജർ തെയിൽവിഗ് ആണ് മിസ് യൂണിവേഴ്സ് 2024 ടൈറ്റിൽ വിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്തോളുക, മിസ് യൂണിവേഴ്സ് 2024 ടൈറ്റിൽ വിൻ ചെയ്യുന്നത് ആരാണ്? വിക്ടോറിയ കാജർ തെയിൽവിഗ് ആണ്. ഡെൻമാർക്കിന്റെ ആദ്യത്തെ മിസ് യൂണിവേഴ്സ് കൂടിയാണ്. നോട്ട് ചെയ്ത് വെച്ചോളുക. വിക്ടോറിയ കാജർ തെയിൽവിഗ് ഇത് രാജ്യമാണ്, രാജ്യക്കാരിയാണ്, ഡെൻമാർക്കാണ്. ഡെൻമാർക്കിന്റെ ആദ്യത്തെ മിസ് യൂണിവേഴ്സ് കൂടിയാണ് വിക്ടോറിയ കാജർ തെയിൽവിഗ് എന്ന് പറയുന്നത്. മെക്സിക്കോ സിറ്റിയിൽ വെച്ചിട്ടാണ് ഇത് ഹെൽഡ് ചെയ്തത്. എത്രാമത്തെ യൂണിവേഴ്സ് പജന്റ് ആയിരുന്നു? മിസ് യൂണിവേഴ്സ് പജന്റ് ആയിരുന്നു 73rd. അപ്പോൾ 73rd മിസ് യൂണിവേഴ്സ് പജന്റ്. അപ്പോൾ ഇതിൽ വിൻ ചെയ്യുന്ന ആരാണ്? വിക്ടോറിയ കാജർ തെയിൽവിഗ്.
ഡെൻമാർക്കിന്റെ ആദ്യത്തെ മിസ് യൂണിവേഴ്സ് ആണ് ആര്? വിക്ടോറിയ കാജർ തേൽവിഗ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് who has been awarded 59th ജ്ഞാനപീഠ അവാർഡ് ഫോർ 2024. 2024 എത്രാമത്തെ ജ്ഞാനപീഠ അവാർഡ് ആണെന്നുള്ളത് നോട്ട് ചെയ്തോളൂ. 59th ജ്ഞാനപീഠം. അപ്പൊ അറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഹയസ്റ്റ് ലിറ്റററി അവാർഡാണ് ജ്ഞാനപീഠ അവാർഡ്, സെക്കൻഡ് ഹയസ്റ്റ് ലിറ്റററി അവാർഡാണ് സാഹിത്യ അക്കാദമി അവാർഡ് എന്നും പറഞ്ഞു. അപ്പൊ 59ാമത്തെ ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചത് ഹിന്ദി റൈറ്റർ ആയിട്ടുള്ള ഛത്തീസ്ഗഡിൽ നിന്നുമുള്ള വിനോദ് കുമാർ ശുക്ലയ്ക്കാണ്. മനസ്സിലായോ? 59th ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്നത് ഹിന്ദി റൈറ്റർ ആയിട്ടുള്ള ഛത്തീസ്ഗഡിൽ നിന്നുമുള്ള വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് 59th ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്നത്. ഈ ജ്ഞാനപീഠ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 1961 1961 ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തെങ്കിലും ഇത് ആദ്യമായിട്ട് അവാർഡ് നൽകുന്നത് 1965 1965 ഈ അവാർഡ് ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പിനാണ്. പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഇന്ത്യയുടെ ഓൾഡസ്റ്റ് ആൻഡ് ഹയസ്റ്റ് ലിറ്റററി അവാർഡ് ജ്ഞാനപീഠ അവാർഡ് 1961 ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1961 ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തെങ്കിലും ഇത് ആദ്യമായിട്ട് അവാർഡ് നൽകുന്നത് 1965 1965 ഈ അവാർഡ് ലഭിക്കുന്നത് ജി ശങ്കരക്കുറുപ്പിനാണ്. ഇതിന്റെ ക്യാഷ് പ്രൈസ് എത്രയാണ്? 11 lakh. ക്യാഷ് പ്രൈസ് എത്രയാണെന്ന് വെച്ചാൽ അതിന്റെ ആൻസർ എത്രയാണ്? 11 lakh ആണ് ക്യാഷ് പ്രൈസ്. അപ്പൊ ഓർത്തോളുക, 59th ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്നത് ആർക്കാണ്? ഹിന്ദി റൈറ്റർ ആയിട്ടുള്ള ഛത്തീസ്ഗഡിൽ നിന്നുമുള്ള വിനോദ് കുമാർ ശുക്ലയ്ക്കാണ്. ആർക്കാണ്? വിനോദ് കുമാർ ശുക്ല. ഓക്കെ, അടുത്തത് ഹൗ മെനി ചിൽഡ്രൻ ഹാവ് ബീൻ സെലക്ടഡ് ഫോർ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ. പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാറിലോട്ട് എത്ര ചിൽഡ്രനെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്? പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ. പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാറിലോട്ട് എത്ര ചിൽഡ്രനെ സെലക്ട് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ 70. ഓക്കെ, പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാറിലോട്ട് എത്ര ചിൽഡ്രനെയാണ് സെലക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ എത്രയാണ്? 70. ഓക്കെ, പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാറിലോട്ട് എത്ര ചിൽഡ്രനെ സെലക്ട് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ എത്രയാണ്? 70. അതായത് 7 ഫീൽഡിൽ 7 ഫീൽഡിൽ എക്സ്പോണന്റ് ആയിട്ടുള്ള 7 കാറ്റഗറീസിൽ എക്സ്പോണന്റ് ആയിട്ടുള്ള ചിൽഡ്രനെയാണ് പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാറിലോട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 7 കാറ്റഗറീസിൽ എക്സ്പോണന്റ് ആയിട്ടുള്ള 17 ചിൽഡ്രനെയാണ് പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാറിലോട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണ് ആ ഫീൽഡ് എന്ന് നോക്കാം. ആർട്ട്, കൾച്ചർ, ബ്രേവറി, ഇന്നോവേഷൻ, സോഷ്യൽ സർവീസ്, സ്പോർട്സ് ആൻഡ് എൻവയോൺമെന്റ്. ഓക്കെ, ആർട്ട്, കൾച്ചർ, ബ്രേവറി, ഇന്നോവേഷൻ, സോഷ്യൽ സർവീസ്, സ്പോർട്സ് ആൻഡ് എൻവയോൺമെന്റ്. ഓക്കെ, അപ്പോൾ ഇത് പ്രസന്റ് ചെയ്യുന്നത് ആരാണ്? അത് ദ്രൗപദി മുർമു ആണ്. ഇതിന്റെ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് 1 lakh ഈച്ച്. ഓരോരുത്തർക്കും ഓരോ ലക്ഷം രൂപ. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹു വൺ ദി സ്പോർട്സ് സ്റ്റാർ ഓഫ് ദി ഇയർ ഫീമെയിൽ അവാർഡ്. സ്പോർട്സ് സ്റ്റാർ ഓഫ് ദി ഇയർ ഫീമെയിൽ അവാർഡ് വിൻ ചെയ്യുന്നത് ആരാണ്? മനു ബക്കർ ആണ് കേട്ടോ. സ്പോർട്സ് സ്റ്റാർ ഓഫ് ദി ഫീമെയിൽ അവാർഡ് വിൻ ചെയ്യുന്നത് ആരാണ്? മനു ബക്കർ ആണ്. സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ അവാർഡ് വിൻ ചെയ്യുന്നത് ആര് തന്നെയാണ്? മനു ബക്കർ തന്നെയാണ്. സ്പോർട്സ് സ്റ്റാർ ഓഫ് ദി ഇയർ ഫീമെയിൽ അവാർഡ് മനു ബക്കർ, സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ അവാർഡ് മനു ബക്കർ, BBC സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ അവാർഡും മനു ബക്കർ തന്നെ. ഓൾറെഡി നമ്മൾ നേരത്തെ പഠിച്ചാണല്ലേ. 3 അവാർഡുകൾ ഒന്നുകൂടി പറഞ്ഞോട്ടെ. സ്പോർട്സ് സ്റ്റാർ ഓഫ് ദി ഫീമെയിൽ അവാർഡ്, സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ അവാർഡ്, BBC സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ അവാർഡ്. 3 വിൻ ചെയ്തത് ആര് തന്നെയാണ്? മനു ബക്കർ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ സ്പോർട്സ് മാൻ ഓഫ് ദി ഇയർ അവാർഡ്, സ്പോർട്സ് മാൻ ഓഫ് ദി ഇയർ അവാർഡ് വിൻ ചെയ്യുന്നത് അത് PR. സ്പോർട്സ് സ്റ്റാർ ഓഫ് ദി ഇയർ അവാർഡ്, സ്പോർട്സ് സ്റ്റാർ ഓഫ് ദി ഇയർ അവാർഡ് മെയിൽ വിൻ ചെയ്യുന്ന ആരാണ്? PR ശ്രീജേഷ്. അപ്പോൾ സ്പോർട്സ് സ്റ്റാർ ഓഫ് ദി ഇയർ ഫീമെയിലും BBC സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ അവാർഡും അതുപോലെ തന്നെ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ അവാർഡ് വിൻ ചെയ്ത ആരാണ്? അത് മനു ബക്കർ ആണ്. ഇവിടെ പറയുന്നത് സ്പോർട്സ് സ്റ്റാർ ഓഫ് ദി ഇയർ മെയിൽ അവാർഡ് അതാരാണ്? PR ശ്രീജേഷ്. സ്പോർട്സ് സ്റ്റാർ ഓഫ് ദി ഇയർ ഫീമെയിലും സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയറും ആരാണ്? മനു ബക്കർ ആണ്. ബട്ട് സ്പോർട്സ് മാൻ ഓഫ് ദി ഇയർ ആരാണ്? അത് ഷൂട്ടിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത സ്വപ്നിൽ കുശാലെ. തെറ്റിപ്പോയാൽ 4 ഓർത്തിരുന്നോളുക. സ്പോർട്സ് സ്റ്റാർ ഓഫ് ദി ഇയർ അവാർഡും സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ അവാർഡും മനു ബക്കർ തന്നെയാണ്.
സ്പോർട്സ് സ്റ്റാർ ഓഫ് ദി മെയിൽ അവാർഡ്, ഫീമെയിൽ അവാർഡ് ആണെങ്കിൽ മനു ബക്കർ. മെയിൽ അവാർഡ് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ PR ശ്രീജേഷും. സ്പോർട്സ് മാൻ ഓഫ് ദി ഇയർ അവാർഡ് ആണെങ്കിൽ ഷൂട്ടിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത ആരുമാണ്? സ്വപ്നിൽ കുശാലയുമാണ്. ഓക്കെ, അടുത്തത് വിച്ച് IIT launched ഇന്ത്യസ് ഫസ്റ്റ് ഹൈപ്പർ ലൂപ്പ് ടെസ്റ്റ് ട്രാക്ക്. അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് ടെസ്റ്റ് ട്രാക്ക് കേട്ടോ, ഇന്ത്യയുടെ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് ടെസ്റ്റ് ട്രാക്ക് ലോഞ്ച് ചെയ്യുന്നത് ഏത് IIT ആണ്? ഏത് IIT ആണ് ലോഞ്ച് ചെയ്തെന്ന് വെച്ചാൽ അതിന് ആൻസർ IIT മദ്രാസും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയും കൂടി ചേർന്നിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത് കേട്ടോ. IIT മദ്രാസും ഇന്ത്യൻ റെയിൽവേയും കൂടി ചേർന്നിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. ഇന്ത്യസ് ഫസ്റ്റ് ഹൈപ്പർ ലൂപ്പ് ടെസ്റ്റ് ട്രാക്ക്. ഈ ട്രാക്കിന്റെ ലെങ്ത് ഒന്ന് നോട്ട് ചെയ്തോളുക, 422 മീറ്റർ. ട്രാക്കിന്റെ ലെങ്ത് എത്രയാണ്? 422 മീറ്റർ ആണ്. ഓക്കെ, അടുത്തത് ഹു ബിക്കം ദി യങ്ങസ്റ്റ് ഫീമെയിൽ ടു കോൺകർ ഹൈയസ്റ്റ് പീക്ക് ഓൺ ഈച്ച് ഓഫ് ദി 7 കോണ്ടിനെന്റ്. ഓക്കെ, അപ്പൊ യങ്ങസ്റ്റ് ഫീമെയിൽ ടു കോൺകർ ഹൈയസ്റ്റ് പീക്ക് ഓൺ ഈച്ച് ഓഫ് ദി 7 കോണ്ടിനെന്റ് ആരാണ്? കാമ്യ കാർത്തികേയൻ. എത്ര വയസ്സ്? ഓൺലി 17 ഇയേഴ്സ്. ഓക്കെ, ഓൺലി 17 ഇയേഴ്സ്. അപ്പൊ മൗണ്ട് പീക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ആഫ്രിക്കയുടെ ഹയസ്റ്റ് പീക്കാണ് മൗണ്ട് കിളിമഞ്ചാരോ, താൻസാനിയ. യൂറോപ്പിന്റെ ആണെങ്കിൽ മൗണ്ട് എൽബ്രൂസ്, റഷ്യ. ഓസ്ട്രേലിയ ആണെങ്കിൽ മൗണ്ട് കൊസ്കിസ്കോ, ഓസ്ട്രേലിയ. സൗത്ത് അമേരിക്കയുടെ ആണെങ്കിൽ മൗണ്ട് അക്വങ്കാവോ, അർജന്റീന. നോർത്ത് അമേരിക്കയുടെ ആണെങ്കിൽ മൗണ്ട് ദനാലി, USA. ഏഷ്യയുടെ ആണെങ്കിൽ മൗണ്ട് എവറസ്റ്റ്, നേപ്പാള്. അന്റാർട്ടിക്ക ആണെങ്കിൽ മൗണ്ട് വിൻസൺ, അന്റാർട്ടിക്ക. ഓക്കെ, അപ്പൊ ആൻസർ ആരാണ്? കാമ്യ കാർത്തികേയൻ. എത്ര വയസ്സാ? 17 ഇയേഴ്സ് ഓൾഡ്. ഓക്കെ, ഈ മൗണ്ടൈൻ ഒക്കെ ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഓക്കെ, അടുത്തത് ഇന്ത്യസ് ഫസ്റ്റ് വൈൽഡ് ലൈഫ് ബയോ ബാങ്ക് ഹാസ് ബീൻ ഓപ്പൺഡ് അറ്റ് വിച്ച് സൂ. അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ വൈൽഡ് ലൈഫ് ബയോ ബാങ്ക് ഇത് ഓപ്പൺ ചെയ്തത് ഏത് സൂവിലാണ്? അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ വൈൽഡ് ലൈഫ് ബയോ ബാങ്ക് ഓപ്പൺ ചെയ്ത് എവിടെയാണ്? ഡാർജിലിംഗ് സൂവിലാണ് കേട്ടോ. എവിടെയാണ് ഓപ്പൺ ചെയ്തത്? ഡാർജിലിംഗ് സൂ. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണ് ഈ വൈൽഡ് ലൈഫ് ബയോ ബാങ്ക് എന്ന് പറഞ്ഞാൽ? ഇറ്റ് പ്രിസർവ് ജനറ്റിക് മെറ്റീരിയൽസ് ഫ്രം എൻഡേഞ്ചേർഡ് സ്പീഷീസ്. അപ്പൊ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസിന്റെ ജനറ്റിക് മെറ്റീരിയൽ പ്രിസർവ് ചെയ്യുന്നു. ഇത് ഓപ്പൺ ചെയ്ത് എവിടെയാണ്? ഡാർജിലിംഗ്, വെസ്റ്റ് ബംഗാൾ. പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക് എവിടെയാണ്? ഡാർജിലിംഗ് ആണ്. ഡാർജിലിംഗ് സൂ ആണ് നമ്മൾ പഠിച്ചത്. പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക്, ഡാർജിലിംഗ്, വെസ്റ്റ് ബംഗാൾ. ഇറ്റ് പ്രിസർവ്സ് ജനറ്റിക് മെറ്റീരിയൽ ഫ്രം എൻഡേഞ്ചേർഡ് സ്പീഷീസ്. അടുത്തത് വാട്ട് ഈസ് ദ നെയിം ഓഫ് ഇന്ത്യസ് ഫസ്റ്റ് ഇലക്ട്രിക് എയർ ടാക്സി? അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ ഇലക്ട്രിക് എയർ ടാക്സിയുടെ നെയിം എന്താണ്? അതിന് ആൻസർ ശൂന്യ എന്നാണ്. ഓക്കെ, ഇന്ത്യയുടെ ആദ്യത്തെ ഇലക്ട്രിക് എയർ ടാക്സിയുടെ നെയിം എന്താണെന്ന് വെച്ചാൽ അതിന് ആൻസർ ശൂന്യ. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഫാക്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു ഓൾ ആൻഡ് ഹാപ്പി ലേണിംഗ്.